ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം വളരെ വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. കാളിയ മർദ്ദന നടനമാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു. കാളിയന്റെ ഭണത്തിനു മുകളിലെ ആ വലത്തെ കാലിങ്ങനെ ചവിട്ടി ഇടത്തെ കാല് സ്വല്പം ഉയർത്തിയിട്ട് വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് കാളിയന്റെ വാലിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ആനന്ദ നടനമാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ചാർത്തിയത് കാണാനായിട്ട്. ഉണ്ണിക്കണ്ണന്റെ ആ തിരുമുഖവും ആ ദേഹവും ഒക്കെ എന്ത് രസാന്നറിയോ കാണാനായിട്ട്. രണ്ട് തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവാന്. ഒരെണ്ണം തുളസിയും നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടും കോർത്തതായിരുന്നു. വേറൊരെണ്ണം തുളസിയും തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരു തടിച്ചുരുണ്ട ഉണ്ടമാല ഉണ്ടായിരുന്നു. അതിൽ തുളസിയുണ്ട്, തെച്ചിയുണ്ട്, താമര ഇതളുണ്ട്. ഇതെല്ലാം കൂടെ കോർത്തിട്ടുള്ള ഉണ്ടമാലയായിരുന്നു. അതിന് നടുക്കാണ് പീലി തിരുമുടിയൊക്കെ ചൂടിയിട്ട് 3 പീലികൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ട്. നല്ല സുന്ദരനായിട്ട് ആനന്ദത്തോടെ നടനമാടുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നത്. ആ പീലി തിരുമുടിക്ക് താഴെയായിട്ട് നെറ്റിയിലെ ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. പാതുപൂക്കൾക്ക് പകരമായിട്ടും ഇന്നലെയും ഗോപി തിലകം തന്നെയായിരുന്നു കേട്ടോ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത്. പിന്നെ കൈകളിലെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടക്കുഴലെ വലത്തെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലെ കാളിയന്റെ ആ നീണ്ട് വളഞ്ഞിട്ടുള്ള വാല് പിടിച്ചിട്ടുണ്ട്. പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടി പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് ആ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ആ വലത്തെ കാല് കാളിയന്റെ ഭണത്തിലും ഇടത്തെ കാല് കുറച്ച് ഉയർത്തിയിട്ട് നല്ല ഭംഗിയായിട്ട് ആനന്ദ നടനമാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ആ ഒരു അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാളിയന്റെ ഭണത്തിനു മുകളിൽ അഹങ്കാരമാകുന്ന ഭണത്തിനു മുകളിലെ ഭഗവാന്റെ പാദം സ്പർശിച്ചതുപോലെ നമ്മുടെ മനസ്സിലും എന്തെങ്കിലും കളങ്കവോ അഹങ്കാരവോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നന്നായി ഗുരുവായൂരപ്പനെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ.